ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എയർ ഫ്രയറിൽ എങ്ങനെയാണ് നല്ല അടിപൊളി നത്തോലി അഥവാ കൊഴുവ വറക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് എയർ ഫ്രയറിൽ എണ്ണ അധികം ഉപയോഗിക്കാണ്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റുമെന്ന് ഉള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അരമണിക്കൂർ ഈ കൊഴുവ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഗാർലിക് പൗഡറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളുടെ മാരിനേഷൻ നിങ്ങൾ ഉപയോഗിക്കാം. ഏത് മാരിനേഷനായാലും കുഴപ്പമില്ല. ഇതിപ്പം മീനിൻ്റെ സ്ഥാനത്ത് ഇറച്ചിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ജസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടി മാത്രം ഞാനിവിടെ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കാം. പക്ഷേ ഹെൽത്ത് വൈസ് ഒലിവ് ഓയിലാണ് ബെസ്റ്റ്. എണ്ണ വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ. നമ്മൾ എണ്ണ വേണ്ടായിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ എയർ ഫ്രയർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു ഇച്ചിരി എണ്ണേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലേ ആ മീൻ വറുത്തതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് പെരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3-4 ഉപയോഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എണ്ണ സേവ് ചെയ്യാൻ പറ്റും, പിന്നെ കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും, പിന്നെ ഏത് തരത്തിലുള്ള ഓവൻ ബേസ്ഡ് ഫുഡും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും, എണ്ണയുടെ അളവ് അല്ലെങ്കിൽ ചിലവ് കുറച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ എയർ ഫ്രയർ. ഇത് 3 വർഷത്തിൽ പുറത്തായി ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നോക്കി എൻ്റെ ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളും നോൺ സ്റ്റിക്ക് കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടാകും. പക്ഷേ ഇതൊന്നും കഴുകുന്ന ഭാഗമായിട്ടാണ് പോയിട്ട്. ഇതൊന്നും എൻ്റെ വയറ്റിൽ ചെന്നിട്ടില്ല. കാരണം ഞാൻ ഈ പ്ലേറ്റിൽ നേരിട്ട് മീനോ ഇറച്ചിയോ ഒന്നും വെക്കില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ അലുമിനിയം ഫോയിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിക്കും. എന്നുവെച്ചാൽ കുറച്ച് ഏറെ മുകളിലേക്ക് വെച്ചിട്ട് വിരിക്കും. എന്ന് വെച്ചാൽ എണ്ണയോ അതിൻ്റെ ആ ഒരു കണ്ടൻറ്റോ ഒന്നും അതിൻ്റെ അടിയിലേക്ക് പോകാതെ. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ക്ലീനിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു അലുമിനിയം ഫോയിൽ ആയതുകൊണ്ട് ഹീറ്റ് അതിനകത്ത് അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഫുഡ് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ 3-4 ഉപയോഗം ഇങ്ങനെയാണ്. പക്ഷെ ഒരേ ഒരു കാര്യം വെച്ചാൽ തിരിച്ച് മറിച്ച് ഇടാൻ ഇച്ചിരി പാടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഫുഡായാലും ഇതിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ആ പേപ്പർ ഉൾപ്പെടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അടിയിലേക്കൊന്നും വരികയില്ല. നമുക്ക് റീയൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് കഴുകാണ്ട് ഈ ഒരു വലിയൊരു പാത്രം നമ്മൾ കഴുകാണ്ട് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അലുമിനിയം ഫോയിൽ വിരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ മുകളിലേക്ക് മീൻ ഇങ്ങനെ എടുത്ത് നമ്മൾ എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെറുക്കി വെക്കുക. അപ്പം സാധാരണ വലിയ മീനൊക്കെ ആണെങ്കിൽ 1-2 ഇങ്ങനെ വെച്ചാൽ മതി. പക്ഷേ ഇതിങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. പക്ഷെ സമയം എടുത്താലും നമുക്ക് നല്ല ഹെൽത്ത് വൈസ് നല്ല അടിപൊളി ഫുഡ് കിട്ടില്ലേ. അപ്പോൾ ഇച്ചിരി സമയം എടുത്ത് ഏകദേശം 20 മിനിറ്റോളം എടുക്കും നമുക്ക് ഈ ഒരു മീനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹെൽത്ത് വൈസ് 100% എനിക്ക് നിങ്ങളോട് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ ഇത് കൊണ്ടിട്ട് ആദ്യത്തെ 2-3 ദിവസം നമുക്കൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അത് ഓൺ ഗോയിങ് നമ്മളത് യൂസ്ഡ് ആയിക്കോളും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി വെക്കുന്ന ചെന്ന് തിരിച്ചിടേണ്ട ആവശ്യം വരും. കാരണം ഞാൻ എൻ്റെ ആ ഒരു പ്ലേറ്റിൻ്റെ ആ ഒരു ഹോൾസ് ഞാൻ അടച്ചല്ലോ ഈ അലുമിനിയം ഫോയിലും ഉണ്ട്. അല്ലെങ്കിൽ 2 വശവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നുവെച്ചാൽ ഹോൾ വഴി നമുക്ക് ഇതിനകത്ത് എയർ കയറിയിട്ട് റെഡിയാവും. നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏകദേശം എല്ലായിടവും സ്പേസ് ചെയ്ത് ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കാം. ബാക്കി ഇത്ര അരപ്പുണ്ട്, അത് ഞാൻ വേറെ ട്രിക്ക് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അത് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഈ എയർ ഫ്രയർ ഒരു ഗവർണിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. വളരെ ഓൾഡ് ആയതുകൊണ്ട് തന്നെ അധികം ഞാൻ ഡീറ്റെയിൽ ചെയ്ത് കാണിക്കില്ല. അത്രയ്ക്ക് നല്ല ബേണൊക്കെ ആയിട്ടിരിക്കുകയാണ്. ബേണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിത് ഇതിനകത്തേക്ക് നമുക്കിതൊന്ന് കയറ്റി വെക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റിയതിന് ശേഷം ഇതിങ്ങനെ ഓണാവുമ്പം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ബട്ടണിൽ നമ്മൾ നെക്കുവാണെങ്കിൽ അതിനകത്ത് ഇതിൻ്റെ ഫെസിലിറ്റീസ് കാണിക്കും. ഇത് നമ്മൾ ജസ്റ്റ് റെഗുലർ ഫാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഓരോ ഇതനുസരിച്ച് നമ്മൾ മാറ്റുക. അപ്പം ഇത് ജസ്റ്റ് കുക്ക് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 3 മിനിറ്റ് മാത്രമേ അതുണ്ടാവുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ ഫ്രൈ ഉപയോഗിക്കുന്നത്, പൊട്ടറ്റോ ഫ്രൈ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ പല ഇതുണ്ട്. ഇത് പ്രോൺസിന്, ഇത് പിസ്സ ഉണ്ടാക്കാൻ, പിന്നെ ഇത് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഫിഷ്, പിന്നെ ഇത് മഫിൻസ് ആണ്. അത് മഫിൻ ആണോ? ഐ തിങ്ക് സംതിങ്, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. അപ്പോൾ ഇത് മഫിൻ ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെ ഇത് ബേക്കൺ,
അപ്പം അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഫാൻ മാത്രം. അപ്പം ഞാൻ സാധാരണ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഈ ഒരു ഇതുള്ള ഫ്രൈസിൻ്റെ ഇതിലാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. 15 minutes ആണ് അതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ അത് നമ്മൾ ടൈമർ ഉണ്ട് ഇതിനകത്ത്. ഇപ്പം നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ മാറ്റണമെങ്കിൽ ഇതാ ടെമ്പറേച്ചറിൽ നിൽക്കി കഴിഞ്ഞാൽ 400, നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് 395 ആക്കാം. ഞാൻ എപ്പോഴും 400 വെച്ചിട്ടാണ് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൻ്റെ ഹാഫ് പോയിൻ്റ് എത്തുമ്പം നമുക്ക് അതിനെ തിരിച്ചിടാം. അപ്പം ഞാൻ ഇത് 15 മിനിറ്റ് ആദ്യം നമുക്ക് വേണ്ട. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു 7 മിനിറ്റിലേക്ക് ഫസ്റ്റ് റൺ വെക്കുകയാണ്. അപ്പോൾ 7 മിനിറ്റ് ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അലാറം അടിക്കും. എന്നിട്ട് അത് നമുക്ക് തിരിച്ചിടാം. അപ്പം ഞാനിത് ഓൺ ആക്കുകയാണ്. ഇത് ഓണായി തുടങ്ങി. ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പിനകത്തേക്ക് നമുക്ക് കുറച്ച് സവാള ഇങ്ങനൊന്ന് പെരട്ടിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് സവാള ഇട്ടാൽ എനിക്ക് എത്ര സവാള ആണോ ഇഷ്ടം അത് നല്ലതാണ് ഈ ആ ഒരു മീനിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞാക്കിയും വെക്കുന്നുണ്ട്. ഇതാ കറീൻ്റെ ബാക്കി തന്ന ഉള്ളിയാണ് കേട്ടോ. ഇതാ കുഞ്ഞു കുട്ടി ഇട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പുരട്ടുക. അതിനകത്ത് നമുക്ക് കറിവേപ്പില വേണമെങ്കിൽ ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇത് ഓൾറെഡി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്താണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ മീനൊന്ന് ഹാഫ് ടൈം വരെ എന്ന് വെച്ചാൽ 7 മിനിറ്റ് വരെ ആവില്ലേ, ആ സമയം വരെ നമുക്ക് ഇതൊന്നിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 7 മിനിറ്റ് അതിങ്ങനെ ഓഫായിട്ടുണ്ട്. 7 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതിന് ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഹാഫ് വെന്തിട്ട് വരും. അപ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിടാം. വലിയ മീനാണെങ്കിൽ വളരെ എളുപ്പമാണ് തിരിച്ചിടാൻ. പക്ഷേ കൊച്ചു മീനാകുമ്പോൾ നമ്മൾ സമയമെടുത്ത് ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ട് ഇങ്ങനെ ഇട്ടേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കേട്ടോ. ഉള്ളി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ അതിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടും. ഈ അലൂമിനിയം ഫോയിലിൽ വയ്ക്കുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ഇത് ഓൾറെഡി എൻ്റെ അടിഭാഗത്ത് ഇതുണ്ടല്ലോ, ആ ഒരു എന്താ പറയുക, ആ ഒരു വിടവിലൂടെ ഇതിൻ്റെ 2 സൈഡും വേകും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹീറ്റ് വരുന്നത് ഇതിൻ്റെ ഈ മോൾ ഭാഗത്തു നിന്നാണ് ഹീറ്റ് വരുന്നത്. അടിയിൽ വേറെ ഹീറ്റൊന്നും വരില്ല. അപ്പോൾ ഏറെയാണ്ട് തന്നെ ഫാനും ഹീറ്ററും എല്ലാം ഇതിൻ്റെ മോൾ ഭാഗത്താണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ മാത്രമേ അത് വേവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിടുന്നത്. നമ്മളൊന്ന് ഇളക്കി ഇടുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഇപ്രാവശ്യം 7 മിനിറ്റ് അല്ല, നമുക്കൊരു 10 മിനിറ്റ് വെക്കണം. 10 മിനിറ്റ് വെക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി കൂടെ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് എക്സ്ട്രാ. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യാൻ 400 ഡിഗ്രിയിൽ 10 മിനിറ്റ് കൂടെ പോകണം. നമുക്കത് കാത്തിരിക്കാം ഒന്ന് റെഡി ആവുന്നിടം വരെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടോ നല്ല അത്യാവശ്യം വറുത്ത് സാധനം വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ വയ്ക്കാം. കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റും കൂടെ ഉണ്ടല്ലോ. വേണമെങ്കിൽ നമുക്കൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഉള്ളി കണ്ടോ, ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒരു 3 മിനിറ്റും കൂടെ നമുക്കൊന്ന് വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ നത്തോലി വറുത്ത് സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളുടെ നത്തോലി എയർ ഫ്രയറിൽ വറുത്തത്. വെക്കട്ടെ, പൊള്ളി പോകാറ് നമ്മൾ തരുന്നു. അടിപൊളി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ. അപ്പം നത്തോലി ഒരു ചെറിയ മീനല്ല. ബൈ, ടേക്ക് കെയർ.